മില്യൺ കണക്കിന് ഫോളോവേഴ്സ് നേടിയ കോക്രോച്ച് ജനതാ പാർട്ടി, കോക്രോച്ചുകളുടെ സംഘം അങ്ങനെ ഇരച്ച് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ സ്വാധീനം ഇന്ത്യയിൽ വൻതോതിൽ വർദ്ധിക്കുന്നു. അപ്പോൾ കോൺഗ്രസും TVKയും ഒക്കെ അടുത്തിടെ 2 സംസ്ഥാനങ്ങളിലായിട്ട് അധികാരത്തിലും വന്നല്ലോ. കോക്രോച്ചുകളുടെ കാലമാണ് ഇനി എന്നാണ് പറയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ TVK അധികാരത്തിൽ വരുന്നു, കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. അപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നു. 3 സ്ഥലത്ത് BJP ആണ് വന്നതെങ്കിൽ ഈ 2 സ്ഥലത്ത് ദക്ഷിണേന്ത്യയിൽ 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഈ പറയുന്ന BJP ഇതര പാർട്ടികൾ ഭരിക്കുന്നു. അതുമാത്രവുമല്ല, അതിന് ശേഷമുണ്ടായിരിക്കുന്ന വലിയ ഡെവലപ്മെൻറ്റ്, കോക്രോച്ചുകളുടെ നേതൃത്വത്തിൽ വൻ മുന്നേറ്റം, കോക്രോച്ച് വൻ ശക്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താകും മോദി സർക്കാരിൻ്റെ ഭാവി എന്നൊരു ചോദ്യം വരുന്നില്ലേ? ഇപ്പം നമ്മൾ നേപ്പാളിൽ കണ്ടു, ശ്രീലങ്കയിൽ കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു. അവിടെയൊക്കെ ഈ പറയുന്ന ജെൻസി പ്രക്ഷോഭം, യുവാക്കളുടെ സമരം വരുന്നു. വൻതോതിൽ സർക്കാരിന് നേരെ ആഞ്ഞടിക്കുന്ന യുവജന പ്രക്ഷോഭം ഉണ്ടാകുന്നു. ആ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ സർക്കാരുകൾ താഴെ വീഴുന്നു, പുതിയ ഭരണകൂടം വരുന്നു, ആകെ മാറ്റം, വിപ്ലവം, ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിലും സംഭവിക്കുമോ എന്നൊരു ചോദ്യമാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും അധികം ചർച്ചയാവുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ, സോഷ്യൽ മീഡിയ അത് ഇൻസ്റ്റാഗ്രാം, ജെൻസികളുടെ ഇൻസ്റ്റാഗ്രാം ആയാലും ഈ പറയുന്ന ഫേസ്ബുക്ക് ആയാലും എക്സ് അക്കൗണ്ടുകളായാലും എല്ലായിടത്തും വൻ ചോദ്യമാണ്. ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകുമോ? മോദി സർക്കാരിൻ്റെ ഭാവി എന്താകും? BJP താഴെ വീഴുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങളായിട്ട് വരുന്നത്. മോദി സർക്കാരിന് ആയുസ് എത്രയുണ്ട്? ആയുസ് കുറഞ്ഞോ? അല്പായുസായി പോയല്ലോ. 2024 മൂന്നാമത്തെ ടേം വന്നിട്ട് ഇതാ 26, 2 വർഷം, 2.5 വർഷത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും മോദി സർക്കാരിൻ്റെ ആയുസ് അല്പായുസായിട്ട് തീർന്നു പോവുകയാണോ എന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. TVK അധികാരത്തിൽ തമിഴ്നാട്ടിൽ എത്തുമെന്ന് ഒറ്റ ഏജൻസിയെ പ്രവചിച്ചിട്ടുള്ളൂ, അത് ആക്സിസ് മൈ ഇന്ത്യയാണ്. അവർ മാത്രമാണ് പറഞ്ഞത്, വേറെ ആരും പറഞ്ഞില്ല. ബാക്കിയുള്ളവർ പറഞ്ഞത് ADMK വന്നേക്കാം, ഇല്ലെങ്കിൽ DMKക്ക് നേരിയ ഭൂരിപക്ഷം ഉണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ളതാണ്. ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് പറഞ്ഞത് TVK തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുന്നു. കൃത്യമായിരുന്നു, അവരുടെ പ്രവചനവും കൃത്യമായിരുന്നു. സ്ഥാപകൻ പ്രദീപ് ഗുപ്തയാണ്. പ്രദീപ് ഗുപ്തയുടെ പ്രവചനം ഇത്ര കൃത്യമായല്ലോ എന്ന് എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഏതായാലും ആ പ്രവചനത്തിന് പിന്നാലെ പ്രദീപ് ഗുപ്തയുടെ 63 എക്സിറ്റ് പോളുകൾ ഫലങ്ങളാണ് പ്രദീപ് ഗുപ്തയുടെ ഈ ആക്സസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന സംഘടന പുറത്തുവിട്ടുള്ളത്. 69 പ്രവചനങ്ങൾ നടത്തിയതിൽ 59-ഉം 63 പ്രവചനങ്ങൾ നടത്തിയതിൽ 59-ഉം ശരിയായിട്ടുള്ള ഒരു ഏജൻസിയാണവർ എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസ്യത ഇപ്പോഴും കൂടിയിരിക്കുന്നു, നേരത്തെ കൂടി ഇപ്പോഴും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പ്രവചനം ഉണ്ടായിരുന്നു, BJP സർക്കാർ അധികാരത്തിൽ വരും, അവർക്ക് വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. അന്നും ഇതുപോലെ പലരും പുച്ഛിച്ചിരുന്നു. പക്ഷേ വൻതോതിൽ വലിയ അട്ടിമറി ഉണ്ടായി, അവിടെ BJP അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ ഹാർവാർഡ് ഈ പറയുന്ന ബിസിനസ് സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനം ഈ പറയുന്നത് ആക്സിസ് മൈ ഇന്ത്യയുടെ പഠനത്തെ, ഇല്ലെങ്കിൽ അവരുടെ രീതിയെ, അവർ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതിനെ ഒരു കേസ് സ്റ്റഡി ആക്കി എടുത്തുകൊണ്ട് അവർ ഇതൊരു പഠനം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ സ്കൂളിലൊരു കേസ് സ്റ്റഡിയാണ്, ഈ ബിസിനസ് സ്കൂളിൽ ഒരു കേസ് സ്റ്റഡി ആയിട്ട് ഇതിനെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ഹാർവാർഡ് അങ്ങനെ എടുത്തതിലും അത്ഭുതമില്ല. കാരണം പ്രദീപ് ഗുപ്ത എന്ന് പറയുന്ന ഈ മിടുക്കനായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അദ്ദേഹം പാസ്സായിരിക്കുന്ന ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കുറേ കാലഘട്ടത്തിൽ ഒറ്റ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ, വൺ പാർട്ടി ഡോമിനൻസ് ആയിരുന്നു. ആരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നു. അത് ഏതാണ്ട് 1947 സ്വതന്ത്രമായെങ്കിലും പിന്നെയും ഈ ഭരണഘടനാ രൂപീകരണവും റിപ്പബ്ലിക് ആവുകയൊക്കെ ചെയ്തതിന് ശേഷമാണല്ലോ അധികാരത്തിലേക്ക് വരുന്നത്. അങ്ങനെ അധികാരത്തിലേക്ക് വന്ന് 1977 വരെയും കോൺഗ്രസിൻ്റെ എന്ന് പറയുന്ന ഏക പാർട്ടിയാണ് ഇന്ത്യ ഭരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ 20 വർഷത്തോട്, അല്ലെങ്കിൽ അത്രയും നീണ്ട കാലം, ഇല്ലെങ്കിൽ ഒരു ജനറേഷൻ ചേഞ്ച്, 20 വർഷം എന്ന് പറയുന്നത് ജനറേഷൻ ചേഞ്ചിൻ്റെ കാലമാണ്. ഒരു ജനറേഷൻ, ഇത് ഇപ്പോൾ നമ്മൾ കണക്കാക്കാൻ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു. 2014 ജനിച്ച കുട്ടി അവൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മുഴുവൻ ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിനെയാണ്, മറ്റാരെയുമല്ല. അവനൊരു പക്ഷേ ഈ പാസ്റ്റിനെ പറ്റിയിട്ട്, ഹിസ്റ്ററിയെ പറ്റിയിട്ട് വലുതായിട്ട് അറിയണമെന്നില്ല. പറഞ്ഞ് കേട്ടൊക്കെ ഒരു ഇതൊക്കെ അറിയായിരിക്കും. പക്ഷേ 2014 ജനിച്ച കുട്ടി 2024 ആകുമ്പോൾ 10 വയസ്സാവുന്നു. പിന്നെ ഒരു 8 വർഷം കഴിയുമ്പോഴത്തേക്കും, ഏതാണ്ട് 2032 ആകുമ്പോഴത്തേക്കും അവൻ എന്താ പറയുന്നത്? ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന പാർട്ടി, ഇല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നത്
ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പോൾ 2014 ജനിച്ച കുട്ടിക്ക് 2032 18 വയസ്സാകുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ പഴയ സർക്കാരിനെയല്ല, പുതിയ സർക്കാരിനെ അവൻ വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിലയിരുത്തിയായിരിക്കും വോട്ട് ചെയ്യുന്നത്. അതൊരു ജനറേഷൻ ചേഞ്ചാണ്. ആ ജനറേഷൻ ചേഞ്ച് സംഭവിക്കുന്ന കാലയളവിനെയാണ് ഈ പറയുന്ന വൺ പാർട്ടി ഡോമിനൻസിന് മിക്കവാറും വഴങ്ങുന്ന, അല്ലെങ്കിൽ അതിന് കാലം അങ്ങനെ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡാണ്. അത് പരമാവധി ഒരു 20 വർഷം വരെയൊക്കെ പോകാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും ദീർഘകാലം കോൺഗ്രസ് സർക്കാർ ഇന്ത്യ ഭരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് കഴിഞ്ഞ് 20 വർഷം നീണ്ടു നിന്ന ഭരണത്തിന് ശേഷമാണ് ഒരു മാറ്റം വന്നത്. അപ്പോൾ BJP ഭരണം എന്താവും എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഈ ജൻസി പ്രക്ഷോഭമൊക്കെ വന്നാലോ, ഈ പറയുന്ന ക്രോക്രോച്ചുകളുടെ വലിയ കൂട്ടം ഈ പറയുന്ന സർക്കാരിനെ മറിച്ചിടുകയെങ്ങാനും ചെയ്താലോ, ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒന്നും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയിൽ 20 വർഷത്തിലേറെ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമെന്ന് പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേയിൽ പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും 10-15 വർഷമൊക്കെ സുഖമായിട്ട് മോദിക്ക് ഭരിക്കാൻ കഴിയും. അതിനകത്ത് ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്, ഒരു പാർട്ടിയുടെ വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ദീർഘകാലം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പപ്പുമോനൊക്കെ അല്ലേ, പപ്പുമോൻ ഇനിയും ഒരു 20 അല്ല ഒരു 40 കൊല്ലം വേണമെങ്കിലും BJPക്ക് ഭരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കും, യാതൊരു സംശയവുമില്ല. പൊട്ടത്തരത്തിനും മണ്ടത്തരത്തിനും ഒന്നും യാതൊരു ലിമിറ്റും ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് ആ കാര്യത്തിനകത്ത് സംശയം വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ BJP ഭരണം 20 വർഷത്തിലേറെ നീളും എന്നൊരു പ്രവചനമാണ് പ്രദീപ് ഗുപ്ത പറയുന്നതെന്നാണ്. അപ്പോൾ ഒരു പാർട്ടി അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാരംഭ ഊർജ്ജം എന്ന് പറയും, ഒരു ത്രഷോൾഡ്. ആ പ്രാരംഭ ഊർജം എന്ന് പറയുന്നത് വളരെയധികം കാലം ഇതിനെ നയിച്ചു കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ അങ്ങനെ നയിക്കപ്പെടാതെ പോയ പാർട്ടിയുമുണ്ട്, AAP. അതൊക്കെയാണ് ഈ ക്രോക്രോച്ചിൻ്റെയൊക്കെ രൂപത്തിലേക്ക് വരുന്നത്. പിന്നെ ഈ പറയുന്ന AAP എന്നും പറയാൻ കഴിയില്ല. AAPക്ക് പിന്നെയും ഒരു രാഷ്ട്രീയ ഘടനയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു മോബ് സൈക്കോളജിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മോബ് പൊളിറ്റിക്സ് ആണ് ഈ പറയുന്ന നമ്മളുടെ ആരെ നയിക്കുന്നത്, ക്രോക്രോച്ചുകളെ നയിക്കുന്നതാണ്. മാസാണ്, അവർക്കൊരു ലീഡർഷിപ്പ് പോലും ഇല്ല, കൃത്യമായ രാഷ്ട്രീയ ബോധമില്ല, അവരെ നയിക്കാനൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് നയിക്കാനൊരു ഒരു നേതൃത്വം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് അതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നേതൃത്വം ഇല്ലെങ്കിൽ അത് അക്രമാസക്തമായ ഒരു ജനക്കൂട്ടം മാത്രമായിട്ട് മാറുമെന്നുള്ളതാണ്. അത് പഠിപ്പിക്കാൻ, ആ ഡിസിപ്ലിൻ പഠിപ്പിക്കാനാണ് സാക്ഷാൽ മഹാത്മാഗാന്ധി പോലും നമ്മുടെ ജനതയോട് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്, അവരോടൊപ്പം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, സംസാരിച്ചുകൊണ്ട്. നിങ്ങൾ ഈ പറയുന്ന ചൗരി ചൗര ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴത്തേക്കും അദ്ദേഹം എന്തുകൊണ്ടാണ് സമരം പിൻവലിച്ചത്? സമരം പിൻവലിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ അക്രമാസക്തമായ ജനമായതുകൊണ്ട്. അക്രമാസക്തമായ ജനക്കൂട്ടം നേതൃത്വത്തെ കേൾക്കാതാകുമ്പോൾ അതിന് ഒരു അരാജക സ്വഭാവം വരും, അത് വിഘടിത രൂപത്തിലേക്ക് പോകും, അതിനെ കൂട്ടിയോജിപ്പിച്ച് നിർത്താനായി കഴിയില്ല. എന്തുകൊണ്ടാണ് ഒരു സമരം നയിക്കപ്പെടുമ്പോൾ, ഒരു സമരത്തിന് ഒരു പാർട്ടി ആഹ്വാനം ചെയ്യുമ്പോൾ അതിന് നിയതമായിട്ടുള്ളൊരു രീതിയുണ്ട്. അവർ കൃത്യമായ ആഹ്വാനം കൊടുക്കുന്ന ഇന്ന രീതിയിലായിരിക്കണം ഈ സമരം എന്നാണ്. നമ്മളെല്ലാവരും പലരും സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. നമ്മളൊക്കെ സമരത്തിന് പോകുന്നതിന് മുമ്പ്, സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നേതാവ് വന്നിട്ട് ഇല്ലെങ്കിൽ നേതൃത്വം നൽകുന്നവർ പറയും ഈ സമരം ഇന്ന സ്വഭാവത്തിലുള്ളതാണ്, ഇതൊരു പിക്കറ്റിംഗ് ആണ്, ഉപരോധമാണ്. അവിടെ ഉപരോധിച്ച് നമ്മളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം നേടിയെടുക്കുന്നവർ അവിടെ തുടരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമുണ്ടാക്കാൻ, ഇവിടെ നടക്കുന്ന യോഗത്തെ ഒന്ന് അലസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഈ സമരം തുടരാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ സങ്കീർണമാക്കാനുള്ള രീതിയിലായിരിക്കും അവിടെ സമരം ചെയ്യുന്നത്. അതല്ല, ഇതൊരു സൂചനാ സമരമാണ്, നമ്മൾ സൂചന മാത്രമായിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും. അപ്പോൾ അപ്പോൾ ഈ ഞാൻ പറഞ്ഞ സമരത്തിന് ഒരു വിപ്ലവ സ്വഭാവം ഉണ്ടായിരിക്കും, ഒരു അക്രമ സ്വഭാവം ഉണ്ടായിരിക്കും. ആ അക്രമ സ്വഭാവം, ശക്തമായ നേതൃത്വം ഇല്ലെങ്കിൽ എന്ത് പറ്റും? കൈവിട്ടു പോകും. ജനാധിപത്യത്തിൻ്റെ ഒരു വലയമുണ്ടല്ലോ, ആ വലയം ഭേദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ സമൂഹത്തിൽ പ്രസക്തി ഇല്ലാതാകും. അത് പൊതുജനം ഇതിനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയൊക്കെ വരും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ BJP സർക്കാർ എന്തായാലും ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകും. ഈ പറയുന്ന പാറ്റകളോ പാറ്റകളോ ഒന്നും വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതെല്ലാം പാകിസ്ഥാൻ ഫണ്ടഡായിട്ടുള്ള പരിപാടികളാണല്ലോ, അത് വേറൊരു കാര്യം. ഏതായാലും ഈ പറയുന്ന പ്രാരംഭ ഊർജ്ജത്തിൽ BJP ഇനിയും 10-20 കൊല്ലമൊക്കെ നിസ്സാരമായി മുന്നോട്ട് പോകുമെന്നാണ് പറയപ്പെടുന്നത്. BJPക്കാണ് ഇപ്പോൾ വളരെയധികം സ്വാധീനമുള്ളത് എന്നുള്ള കാര്യവും കൂടി ഇതിനകത്ത് വരുന്നത്. അതിഗംഭീര പ്രകടനമാണ് BJP രാജ്യത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രദീപ് ഗുപ്ത പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പഴയ ദുർഭരണം, എന്തുകൊണ്ടാണ് BJPയുടെ ഭരണം നന്നാവുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. ജനങ്ങൾക്ക് കൃത്യമായി ഓർമ്മയുണ്ട് കോൺഗ്രസിൻ്റെ ദുർഭരണ കാലഘട്ടം, അത് ജനങ്ങൾ നിരന്തരം ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന
ഇവർ ഇങ്ങനെ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, ആരാണ് ഈ പറയുന്ന കോൺഗ്രസ്സിനുണ്ടായിരിക്കുന്ന അപജയങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കും. അവർ പുതിയ എന്ത് വാഗ്ദാനം കൊണ്ടുവന്നാലും അവർക്ക് സ്വീകാര്യമാകില്ല, ജനങ്ങൾക്ക് സ്വീകാര്യമാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്തേക്കും കോൺഗ്രസ്സിന് ഏതെങ്കിലും കാലത്ത് തിരിച്ചു വരണമെങ്കിൽ, അഥവാ അങ്ങനെ തിരിച്ചു വരണമെങ്കിൽ തന്നെ ഈ പറയുന്ന രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന പാകിസ്ഥാനെ പിന്തുണയ്ക്കാതെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ആരും അടുപ്പിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് BJPക്ക് സ്വീകാര്യത കിട്ടുന്നത്. യാഥാർത്ഥ്യത്തോടൊപ്പം സത്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ പരമപ്രധാനമായിട്ടുള്ള കാര്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമാത്രവുമല്ല, സത്യത്തിനോടൊപ്പം തന്നെ നമ്മിൽ ഒരു ശരിയുണ്ടായിരിക്കണം. നമ്മൾ എന്തിനൊപ്പമാണ് നിൽക്കുന്നത്? രാജ്യത്തിനൊപ്പമാണ് നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതിക്കാണ്, രാജ്യത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കാണ്, അതിൻ്റെ പരമവൈഭവത്തിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്, അവിടെ നല്ലത് വരാൻ വേണ്ടിയിട്ടാണ്. ആത്മാർത്ഥമായി ആ ശരി നമ്മൾ ആഗ്രഹിച്ചാലേ ഇവിടെ ഒരു അധികാരത്തിലേക്ക് വരാനോ രാഷ്ട്രത്തിൻ്റെ പറയുന്ന നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻനിരയിലേക്ക് കടക്കാനോ ഒക്കെ കഴിയുള്ളൂ. അല്ലാതെ ഈ രാജ്യം നശിക്കണം, ഞാൻ തീവ്രവാദികൾക്കൊപ്പമാണ്, ഞാൻ ഭീകരർക്കൊപ്പമാണ്, ഈ രാജ്യം മുടിഞ്ഞു പോയാലേ എനിക്ക് താല്പര്യമുള്ളൂ, ഇവിടെ ഉൽപ്പാദനം നടക്കുന്നില്ല എന്നൊക്കെ വിദേശത്ത് പോയി പറയുക, ഇത്യാദി പ്രവൃത്തികൾ ചെയ്യുന്നവർക്കൊന്നും ഒരിക്കലും അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല. ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രിയായിരിക്കാനേ പപ്പുക്കുട്ടനൊക്കെ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും നരേന്ദ്രമോദി ഇനിയും 10-20 വർഷമൊക്കെ തുടരും എന്നുള്ളതാണ് ഈ സർവേയുടെ റിപ്പോർട്ട്. മറ്റേ രസികൻ സിനിമയിൽ ദിലീപ് പറയുന്ന ഡയലോഗുണ്ട്, അണ്ണൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെയുണ്ട്, അടുത്ത 25 വർഷവും അണ്ണൻ ഇവിടെ തന്നെ കാണും എന്നുള്ളതാണ്. അതുപോലെ മോദിജി ഇനിയുള്ള 25 വർഷവും ഇവിടെ തന്നെ കാണും എന്നുള്ളതാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത്. BJP അധികാരത്തിൽ തുടരും എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം.